ഹലോ, നമ്മളിന്ന് നമ്മുടെ കുൽസുവിനെ കൊണ്ട് ചെറിയൊരു കറക്കത്തിന് ഇറങ്ങിയതാണ്. കുൽസുവിന് എല്ലാവർക്കും, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിനു മുമ്പ് കുൽസുവിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ സയാമീസ് ക്യാറ്റ്. അപ്പൊ ആളെ കൊണ്ട് ഞാൻ ഇന്ന് എങ്ങടെയൊക്കെ വന്നേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ക്യാറ്റ് ഷോ, ചെറുതല്ല വലിയൊരു ക്യാറ്റ് ഷോ നടക്കണ്ടായിരുന്നു നമ്മുടെ എറണാകുളത്ത്. അപ്പൊ അത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ കാണാൻ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ കുൽസുവിനെയും കുറച്ച് പൂച്ചകളൊക്കെ കാണിക്കാലോ എന്ന് വിചാരിച്ചേ. ഏതാണ്ട് 300ഓളം പൂച്ചകളും 10ഓളം ക്യാറ്റ് ബ്രീഡുകളെയും പരിചയപ്പെടുത്തുന്ന ഒരു വലിയ ഷോ ആയിരുന്നു. അപ്പൊ നമുക്കും അതില് പാസ് കിട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ കാണാൻ വേണ്ടി വന്നാണ്. അപ്പൊ കുൽസുവിന് ഇതിന്റെ അകത്തേക്ക് കയറ്റുമെന്ന് സംശയമായിരുന്നു. എന്നാലും നമ്മൾ വെറുതെ കൊണ്ടുവന്ന്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ആരും കയറ്റെടുത്തൊന്നും പറഞ്ഞില്ല. പക്ഷെ ആൾക്ക് വരുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആളുടെ പേടിയൊക്കെ മാറിയായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ക്യാറ്റ് ഷോ. ഞാൻ ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ വർഷം ക്യാറ്റ് ഷോ ഇതുപോലെ വീഡിയോ ചെയ്തിരുന്നു. ഇത് ഇത്തവണത്തെ നമ്മുടെ 2025 ഫസ്റ്റ് ക്യാറ്റ് ഷോയാണ്. നല്ല അടിപൊളിയായിരുന്നു. കുൽസു പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ ഉഷാറായി. പിന്നെ ഇവിടുന്ന് പോനോന്നുണ്ടായിരുന്നില്ല തിരിച്ച്. അപ്പോൾ ഒരുപാട് ബ്രീഡുകളെ പരിചയപ്പെടാൻ പറ്റി. ബംഗാൾ ക്യാറ്റ്, മെയിൻ കൂൺ, പിന്നെ പേർഷ്യനിൽ തന്നെ നമ്മുടെ വെറൈറ്റീസ് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ക്യാറ്റിന്റെ ഫുള്ളായിട്ട് ഓരോന്നിന്റെ ആയിട്ട് വീഡിയോ എടുത്തില്ല. കാരണം ഞാൻ ചെന്ന സമയം ഒരു ഉച്ച സമയത്താണ് നമ്മൾ ചെന്നത്. അത് കാരണം കൊണ്ട് ഒന്നാമത്തേല് രാവിലെ 9 മണിക്ക് കണ്ടിട്ട് തുടങ്ങിയതാണ്. അപ്പൊ അതുവരെ ഉച്ച സമയത്ത് അറിയാലോ, പൊതുവെ ക്യാറ്റ്സ് എല്ലാവരും ഉറക്കം ആ ഒരു മൈൻഡിലായിരിക്കുള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് എല്ലാവരും ഇങ്ങനെ ഉറക്കത്തിന്റെ ഒക്കെ മൈൻഡിൽ ഇരിക്കണതുകൊണ്ട് പിന്നെ നമ്മൾ ഓരോരുത്തരെ പോയി ശല്യപ്പെടുത്തി വീഡിയോ എടുക്കാൻ നിന്നില്ല. കാരണം പിന്നെ നമ്മള് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പൂച്ചയുടെ മുകളിലാണല്ലോ എപ്പോഴും. അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച്. എന്നാലും കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇന്റർനാഷണൽ ജഡ്ജസ് ആയിരുന്നു, 3 പേരുണ്ടായിരുന്നു ജഡ്ജസ്. കുറേ പേർക്ക് പ്രൈസ് കിട്ടി, സർട്ടിഫിക്കറ്റ് കിട്ടി. ആ ഫ്രണ്ടിൽ തൂക്കിയിട്ടുണ്ട്. അതൊക്കെ പൂച്ചകൾക്കുള്ള പ്രൈസുകളാണ്. മിക്കവർക്കും സർട്ടിഫിക്കറ്റ്, പ്രൈസ് അടിച്ചവര് കുറെ പേരുണ്ടായിരുന്നു നമ്മൾ കണ്ടപ്പോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂച്ച ഫീൽഡിൽ തന്നെ നമ്മളുടെ പരിചയക്കാരും നമ്മൾ ക്യാറ്റ് കൊടുത്തേക്കുന്നതും നമ്മൾ ക്യാറ്റ് വാങ്ങിച്ചേക്കണതൊക്കെ ആയിട്ട് ഒരുപാട് പേരെ നമുക്ക് അവിടെ കാണാൻ പറ്റി. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ, പരിപാടികളിൽ ചെല്ലുമ്പോഴാണല്ലോ നമ്മുടെ ഫീൽഡിലുള്ളവരൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെ കുറെ നാളെത്തി കണ്ട ഒരുപാട് പേരുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഇപ്പൊ ഇതുപോലുള്ള പരിപാടികൾക്കൊക്കെ എല്ലാവരെയും ഒന്നിച്ച് കണ്ടിട്ട്. അപ്പൊ കുറെ പേരെയൊക്കെ കാണാൻ പറ്റി. Calling for exhibitor number 13, number 18, number 11, number 16, and ring number 2, Bengal category. കുൽസുവിന് അതിൻ്റെ ഇടയിൽ കുറെ ഫാൻസിനെ കിട്ടിയിട്ടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടില്ലേ, ഈ ഒരു ബാരിക്കേഡിന്റെ ഇപ്പുറത്ത് നിന്ന് നമുക്ക് ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ എല്ലാ ക്യാറ്റ്സുകളും. ഏറ്റവും നല്ല പരിപാടി തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഇറിറ്റേഷൻ ആവും. പിന്നെ എന്തെങ്കിലും അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ഒരു ക്യാറ്റിൻ്റെ നിന്ന് മറ്റേതിലേക്ക് പകർന്ന ആ ഒരു രീതിയിൽ വരണ്ട. കാരണം നമ്മൾ പുറത്തുനിന്ന് വരാണെങ്കിലും നമ്മളുടെ കയ്യിലൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ക്യാറ്റിന് പകരാതിരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലയിലാണത്. എന്തായാലും നല്ല കാര്യമായിരുന്നു. പക്ഷെ കുൽസുവിനെ നമ്മൾ ഷോയിൽ വെറുതെ കൊണ്ടുപോയതാണല്ലോ. അത് കാരണം കൊണ്ട് കുൽസുവിന്റെ കുറെ സർക്കസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. കാരണം നമ്മൾ ഷോയിൽ പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോയതല്ലാത്ത കാരണം കൊണ്ട് എല്ലാവർക്കും തൊടാനോ പിടിക്കാനൊക്കെ പറ്റിയാലും കുറെ ഫാൻസിനെ കിട്ടി. അതിന്റെ അഹങ്കാരം കുൽസു കാണിക്കണമുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ നേരത്ത് ഞങ്ങൾ വിളിച്ചിട്ട് എന്ത് ചെയ്ത ആള് വരണുണ്ടായിരുന്നില്ല, നിങ്ങൾ പൊക്കോ ഞാനില്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ച് പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ എടുത്ത് കൊണ്ടുവരിക ചെയ്തത്. അപ്പൊ ഇതാണ് നമ്മുടെ കുൽസുവിന്റെയും നമ്മുടെ ക്യാറ്റ് ഷോയുടെയും വിശേഷങ്ങളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.